സ്കാം പ്രൊജക്ടറുകളെ എങ്ങനെ തിരിച്ചറിയാം? കഴിഞ്ഞുപോയ ഒരുപാട് സ്കാം പ്രൊജക്ടറുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ അത് 100% സ്കാം തന്നെ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏതൊരു പ്രൊജക്റ്റും 100% സ്കാം തന്നെ ആയിരിക്കും. രണ്ടാമതായിട്ട്, പ്രോപ്പർ മാനേഴ്സിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോം കമ്പനിക്ക് ഉണ്ടായിരിക്കുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും ആക്സസബിൾ അല്ലാത്തൊരു ലൊക്കേഷനിലായിരിക്കും അവരുടെ പ്രവർത്തനം. മാത്രമല്ല, ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മാനേജ്മെന്റിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചോദ്യങ്ങൾക്ക് പ്രൂഫ് സഹിതം കമ്പനിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് 100% സ്കാം തന്നെയാണ്. മറ്റൊന്ന്, റെപ്യൂട്ടഡ് അല്ലാത്തൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഫണ്ടിന്റെ മുഴുവൻ ആക്സസും നൽകുന്നത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമാണ് MTFE, ബൂമറാങ്, MCT സ്കാം പ്രൊജക്റ്റുകൾ. അടുത്തതായിട്ട് നോക്കേണ്ടത് ബൈനറി പ്ലാൻ, ലെവൽ പ്ലാൻ വഴിയുള്ള റെഫറൽ ബെനിഫിറ്റ്സ് പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ തന്നെ കമ്പനിയുടെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തി അതിന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വാട്സപ്പും ഫോൺ നമ്പറും സോഷ്യൽ മീഡിയയും ഒക്കെയുള്ള ഈ സമയത്ത് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ടെലഗ്രാം മാത്രം യൂസ് ചെയ്യുന്നത് സ്കാം ആവാനുള്ള സാധ്യതയാണ്. ബിക്കോസ് പിന്നീട് ഒരു സ്കാം നടന്നാൽ ടെലഗ്രാമിലൂടെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു പ്രൊജക്റ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ ഇത്തരം കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.